ലീഗ് ഭരണത്തിൽ പിടിമുറുക്കുന്നതിന്റെ സൂചനയാണോ? തീർച്ചയായിട്ടും. രമേശ് ചെന്നിത്തല സീനിയോറിറ്റി പരിഗണിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ. അല്ല, എല്ലാ തരത്തിലും മാനദണ്ഡങ്ങൾ നോക്കുമ്പോൾ എല്ലാ തരത്തിലും മുൻപിൽ നിൽക്കുന്ന ആളിനെ വേണമായിരുന്നു എടുക്കാൻ. അത് എക്സ്റവൈ. ഈ രമേശ് ചെന്നിത്തല തുടർച്ചയായി അവഗണിക്കപ്പെടുന്നുണ്ട് സാർ. ഈ AICCയുടെ പദവികളിലേക്ക് അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നു. അത് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ മതി. ഈ സതീശൻ തെരഞ്ഞെടുപ്പിനെ നയിച്ചു, പ്രതിപക്ഷ നേതാവായിട്ട് വിജയകരമായി പൂർത്തിയാക്കി. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നിന്നും സ്വാഭാവികമായിട്ട് സതീശന്റെ പേരാണ് ഉയർന്നു വന്നത് എന്നുള്ള കാരണമാണ് ഹൈക്കമാൻഡ്. ആര് കൗണ്ട് ചെയ്തു? ഈ ജനങ്ങൾ എന്ന് പറയുന്നവരെ ആര് കൗണ്ട് ചെയ്തു? ഈ ജനങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ എത്ര പേരുണ്ടെന്ന് ആര് കൗണ്ട് ചെയ്തു? അങ്ങനെയാണ് അതിന്റെ ഭൂരിപക്ഷം വേണ്ടത്. LDFന്റെ ഭരണകാലത്ത് ഓഫ് ചെയ്ത് എനിക്കറിഞ്ഞു. LDF സർക്കാരിന്റെ കാലത്ത് ഒരിക്കലും ഇത്തരത്തിൽ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയം ഇങ്ങനെ പറയാത്ത അത് അവരുടെ കീഴ്വഴക്കം. NSS പറയുന്നത് എന്തുകൊണ്ടാണ്? കീഴ്വഴക്കങ്ങൾ തെറ്റിച്ചത് കൊണ്ടാണ് പറയുന്നത്. അത് പറയാൻ അവകാശം എല്ലാവർക്കും ഇല്ലേ? കോൺഗ്രസിന്റെ കീഴ്വഴക്കങ്ങൾ തെറ്റിച്ചത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. അവർ കീഴ്വഴക്കങ്ങൾ തെറ്റിക്കുന്നില്ല, അത് അവരുടേതായ രീതിയിൽ പോകുന്നു ഇടതുപക്ഷം. ഈ ഭരണത്തിൽ സാമൂഹിക നീതി നടപ്പാക്കുമെന്ന് കരുതുന്നുണ്ടോ? സാമൂഹിക നീതി നടപ്പാക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ഒരു തീരുമാനം വരുമ്പോൾ അല്ല, അതിപ്പോ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കത്തില്ല. സാധ്യത കുറവാണ് എന്ന് പറയാം. ഞാനത് പറയുന്നത് ശരിയല്ല. ഇപ്പം ജനങ്ങളെ എണ്ണിയില്ലെന്ന് പറയുമ്പോഴേ ജനങ്ങൾ തെരഞ്ഞെടുത്ത MLA-മാര് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയായിരുന്നല്ലോ, ഹൈക്കമാൻഡിനെ അറിയിച്ചല്ലോ. അപ്പൊ അതുകൂടി മാനിക്കാതെയാണോ ഈ തീരുമാനം ഉണ്ടായത്? മനസ്സിലായില്ല. ജനങ്ങളുടെ അഭിപ്രായം ആരെ എണ്ണിയെന്ന് സാർക്ക് ചോദിച്ചു. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഞാൻ വിചാരിച്ചാൽ കുറെ ആളുകളെ എൻ്റെ കൂട്ടത്തിൽ കൊണ്ടു നടന്നില്ല. ഈ ജനങ്ങൾ തെരഞ്ഞെടുത്ത MLA-മാരുടെ നിലപാട് ഹൈക്കമാൻഡ് പരിഗണിച്ചിട്ടുണ്ടോ? ഇല്ല, പരിഗണിച്ചിട്ടില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്, മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല, ജനാധിപത്യ മര്യാദ പാലിച്ചിട്ടില്ല ഇതിനകത്തെന്ന് പറഞ്ഞതിൻ്റെ കാര്യത. ജനാധിപത്യ മര്യാദകളോ മാനദണ്ഡങ്ങളോ പാലിക്കാതുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. ഇന്നലെ താങ്കൾ ഉൾപ്പെടെ പറഞ്ഞ അഭിപ്രായം ഘടകകക്ഷികളുടെ സമ്മതം, ഇന്ന് രാവിലെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരും ആ അഭിപ്രായത്തിൽ താങ്കൾ വെറുതെ അഭിപ്രായം പറയുന്നതല്ല എന്ന് പറഞ്ഞു. കോൺഗ്രസ് തന്നെ ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിൽ വ്യത്യസ്തമായ നിലപാടുള്ളവരുണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള പ്രധാന കാരണം ഈ മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെയുള്ള സമ്മർദ്ദം തന്നെയായിരുന്നു. സമ്മർദ്ദം അത് അവരോട് ചോദിച്ചു. ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ അവര് പറഞ്ഞതിന് ഞാൻ മറുപടി പറഞ്ഞു. ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇത്തരം ഒരു തീരുമാനം എടുക്കുന്നത് ഭാവിയിൽ BJP പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിലല്ലേ ഗുണം ചെയ്യുക? എനിക്കത് അറിഞ്ഞുകൂടാ. ഇവിടെ ലീഗിന്റെ അപ്രമാദിത്വവും സ്വാധീനവും ഇല്ല എന്ന് പറയുന്ന എത്ര പേര് കാണും? ഈ ലീഗിന്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ജാതീയമായിട്ടുള്ള മതപരമായിട്ടുള്ള വേർതിരിവിലേക്ക് കൊണ്ടുപോകും. ഇല്ല, അവര് വർഗീയതയ്ക്ക് വളരെ വിധികളാണ്. ഇത്രയും വിരോധമുള്ള ആളുകൾ വർഗീയത എന്ന് പറയുമ്പോൾ തന്നെ അവർക്കങ്ങും അവർഷണം കാണിക്കുന്ന മുഴുവൻ ഇതുമാണ്. നേരത്തെ മുതലേ SNDP ജനറൽ സെക്രട്ടറി പറഞ്ഞുകൊണ്ടിരുന്ന അഭിപ്രായങ്ങളാണോ ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി? അത് SNDP ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം വേറെ, ഇത് NSSന്റെ ഇത് രണ്ടും രണ്ടാ. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറയും ഞാൻ പിന്നെ വെള്ളാപ്പള്ളി നടേശന് പഠിക്കുക എന്ന് പറയും. അത് വേണ്ട, അതിനുള്ള അതൊക്കെ ഞങ്ങൾക്കുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ പലരും അഭിപ്രായങ്ങൾ ഇനിയും പറയും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ആവശ്യമില്ലാത്തടത്ത് ഒന്നും പ്രതികരിക്കാറില്ലായിരുന്നല്ലോ, ഉണ്ടായിരുന്നോ? ഇപ്പോൾ പ്രതികരിച്ചത് എൻ്റെ രൂക്ഷമായ ഭാവത്തിൽ അത് വന്നതുകൊണ്ടാണ് അത് പ്രതികരിച്ചു, വ്യക്തമായിട്ട് വന്നു കഴിഞ്ഞു. അതെ അതെ,
എത്താനുള്ള മാർഗം തുറന്നു. പണ്ട് താക്കോൽ സ്ഥാനത്തെ കുറിച്ച് പറഞ്ഞത് ഇതേപോലെ ചില സ്വാധീനം ചെലുത്താൻ ശ്രമിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ആണല്ലോ ഞാൻ പറഞ്ഞല്ലോ. എപ്പോഴും പ്രത്യേകിച്ച് വന്നിരിക്കുന്നത്. ആ സാഹചര്യത്തിലേക്കായിരിക്കും ഇനിയും കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് ഞാൻ ഊഹിക്കുന്നു.